നമസ്കാരം. നമുക്ക് രാജ്യ തലസ്ഥാനത്തേക്ക് ഒന്ന് കണ്ണോടിച്ചാലോ? ഡൽഹി. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. പരസ്യ പ്രചരണം ജസ്റ്റ് അങ്ങോട്ട് അവസാനിച്ചു. സ്റ്റേക്സ് എ വെരി ഹൈ. ആം ആദ്മി പാർട്ടി എന്ന ഇപ്പോഴത്തെ ഭരണകക്ഷിക്കും മുഖ്യപ്രതിപക്ഷമായ BJPക്കും ഏറെക്കാലം ഡൽഹി ഭരിച്ച് വീണ്ടും അധികാരത്തിൽ വരാൻ കാക്ഷിക്കുന്ന കോൺഗ്രസിനും എല്ലാം തന്നെ ഇത് കേവലം ഒരു അഭിമാന പോരാട്ടമല്ല, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കും. ഡൽഹിയിൽ നമുക്കറിയാം, ഇന്ത്യ മുന്നണി ഇല്ലേ ഇല്ല. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായപ്പോൾ ഏറ്റവും അധികം സഹായിച്ചത് ധാർമ്മികമായിട്ടാണെങ്കിൽ പോലും, പ്രസ്താവന സാഹിത്യത്തിലാണെങ്കിൽ പോലും, അത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെയാണ്. മാത്രമല്ല, കോൺഗ്രസിന് ആപ്പ് നിർലോഭമായ പിന്തുണ നൽകുകയും ചെയ്തു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതോടെ ആപ്പും കോൺഗ്രസും തമ്മിലുള്ള ഹണിമൂൺ അവസാനിച്ചു. ഇപ്പോൾ അവർ വെവ്വേറെ മത്സരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളുന്നു. ഒരു വലിയ ആന്റി ഇൻകംബൻസി ഫാക്ടർ മറ്റേത് സംസ്ഥാനത്തെ പോലെയും ഡൽഹിയിൽ ഉണ്ടെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. തുടർച്ചയായി മൂന്ന് സർക്കാരുകൾ 2013 ഡിസംബറിലാണ് ആദ്യം ഒരു ന്യൂനപക്ഷ സർക്കാരായി കേജ്രിവാൾ വരുന്നത്. അതിനുശേഷം 2015 തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി 70 സീറ്റുള്ള നിയമസഭയിൽ 67 സീറ്റോടുകൂടി ഗംഭീര ഭൂരിപക്ഷം. പിന്നീട് 5 വർഷം കഴിഞ്ഞ് 2020 തെരഞ്ഞെടുപ്പിൽ സാമാന്യം നല്ല ഭൂരിപക്ഷം കുറഞ്ഞുവെങ്കിലും 62 സീറ്റോടുകൂടി ആം ആദ്മി പാർട്ടി എന്ന അപ്പ് വെന്നിക്കൊടി പാറിച്ചു. എന്നാൽ ഇതിനിടയിലൊക്കെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീരെ ദയനീയമായിരുന്നു ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും അവസ്ഥ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ നോക്കൂ. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് മത്സരിച്ച 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആപ്പും കോൺഗ്രസും ചേർന്ന് നേടിയതിനേക്കാൾ എത്രയോ കൂടുതൽ ശതമാനമാണ് BJPക്ക് നേടിയത്. 54% BJPക്ക് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ, അതിനുശേഷം ഇപ്പോൾ ഏതാനും മാസം, ഒരു വർഷം തികഞ്ഞിട്ടില്ല. അപ്പോൾ ഡൽഹി എങ്ങനെ ചിന്തിക്കുന്നു? പക്ഷെ അതൊരു വലിയ സൂചനയല്ല. കാരണം കഴിഞ്ഞ തവണയും 5 വർഷം മുൻപും ഇത് തന്നെ സംഭവിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഡൽഹിയിൽ 7 BJP തൂത്തുവാരിയതിനു ശേഷമാണ് ആം ആദ്മി പാർട്ടി ഗംഭീര വിജയം നിയമസഭയിൽ നേടിയത്. എന്താണ് ഡൽഹിയുടെ മനഃശാസ്ത്രം? കേന്ദ്രത്തിലേക്ക് മോദിയുടെ സർക്കാരിനൊരു വോട്ട്, BJPക്ക് ഒരു വോട്ട്. സംസ്ഥാനത്തേക്ക് തങ്ങൾക്ക് ഫ്രീ ഇലക്ട്രിസിറ്റി, ഫ്രീ വാട്ടർ, ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ ട്രാവൽ എല്ലാം നൽകുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട കേജ്രിവാളിന് ഒരു വോട്ട്. ഡൽഹിയിലെ സംവിധായകർ വളരെ പ്രബുദ്ധരാണ്. അവർക്കറിയാം എങ്ങനെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന്. അതൊരു മെൽറ്റിംഗ് പോട്ട് കൾച്ചറാണ്. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഡൽഹിയിൽ വന്ന് താമസമുറപ്പിച്ച ആളുകൾ. അവർക്ക് ഒരുപക്ഷെ ജാതിയോ മതമോ വർഗമോ ഒന്നും ബാധകമല്ല. അവർക്ക് അവരുടെ കാര്യം ഭംഗിയായി നടക്കും. കേന്ദ്രത്തിലേക്ക് സുസ്ഥിരമായ ഒരു ഗവൺമെന്റ് BJPക്കും സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്ന, തങ്ങളുടെ ജീവിതം പുഷ്കലമാക്കുന്ന ആം ആദ്മി പാർട്ടി സർക്കാരിനും ഒരു വോട്ട്. ആ ഗതി മാറുമോ? ഇതാണ് ചോദ്യം. അത് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിക്ക് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാനാവുമോ? ഇതും ചോദ്യമാണ്. നോക്കൂ, ഷീല ദീക്ഷിത് എന്ന യുഗപ്രഭാവയായ മുഖ്യമന്ത്രി 3 തവണ ഡൽഹി ഭരിച്ചു. 98, 2003, 2008 3 പ്രാവശ്യവും 5 വർഷം വീതം അധികാരം തികച്ചു. ഡൽഹിയുടെ മുഖച്ഛായ തന്നെ മാറ്റിയ, വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് വികസനങ്ങളൊക്കെ കൊണ്ടുവന്ന മുഖ്യമന്ത്രി, കോൺഗ്രസ് പാർട്ടി മുഖ്യമന്ത്രിയും. വലിയ ജനപ്രീതിയാണ്. ആ പ്രീതി എല്ലാം തന്നെ അഴിമതിയുടെ കൂത്തരങ്ങൾ ഇടിഞ്ഞു വീണ കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അതിന്റെ പ്രധാന പ്രയോജനമെടുത്തത് രാംലീല മൈതാനിയിൽ മാസങ്ങളോളം നടന്ന അഴിമതിക്കെതിരെയുള്ള ലോക്പാലിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ, അരവിന്ദ് കെജ്രിവാളിന്റെ ഗുരുനാഥനായ അണ്ണാ ഹസാരെ നയിച്ച പ്രക്ഷോഭങ്ങൾ ഡൽഹിക്കാരുടെ മനസ്സിലാക്കി. അവിടെ നിന്നാണ്, അതൊരു കാറ്റലിസ്റ്റായി പ്രവർത്തിച്ചുകൊണ്ടാണ് രാജ്യമാസകലം ഒരു കോൺഗ്രസ് വിരുദ്ധ, UPA വിരുദ്ധ ഒരു തരംഗമുണ്ടാകുകയും 2014 തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിലെത്തിയതും അപ്പോഴാണ്. അപ്പൊ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ജനത പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 2013 ശേഷം അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി അല്ലാതെ മറ്റൊരു പാർട്ടിയും അവിടെ ഭരിച്ചിട്ടില്ല. ഇപ്പോഴാണ് അരവിന്ദ് കെജ്രിവാളിനെ മാറ്റി അതിഷി മർലേന മുഖ്യമന്ത്രിയാകുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. പക്ഷെ ഇവിടെ ഉയരുന്ന കാതലായ
ചോദ്യം, ആം ആദ്മി പാർട്ടിക്ക് ജന്മം കൊണ്ടപ്പോൾ ഉണ്ടായ ആ ഒരു കവച കുണ്ഡലങ്ങൾ, അഴിമതി വിരുദ്ധതയുടെ പ്രതിച്ഛായ ഇപ്പോഴുമുണ്ടോ? ഇല്ല 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 എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം മറ്റേത് പാർട്ടിയെയും പോലെ ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു ആം ആദ്മി പാർട്ടി. ഒന്ന്, അഴിമതി വിരുദ്ധതയായിരുന്നല്ലോ പോരാട്ടത്തിന്റെ ഒരു പ്രധാന കുന്തമുന. ലോക്പാൽ അഴിമതി വിരുദ്ധ സ്ഥാപനമാണ്. അത് നടപ്പാക്കാൻ വേണ്ടിയായിരുന്നല്ലോ ഈ പോരാട്ടം മുഴുവൻ. പക്ഷേ അതിനുശേഷം അധികാരത്തിൽ വന്നപ്പോൾ അഴിമതി വിരുദ്ധതയൊക്കെ പഴങ്കഥയായി, അതൊക്കെ വെറും റെറ്ററിക്ക് മാത്രമായി മാറി. ഡൽഹി മദ്യ നയ അഴിമതി കേസിലാണ് അദ്ദേഹം അറസ്റ്റിലായതും അകത്തായതും പിന്നീട് ജാമ്യം നേടി പുറത്തു വന്നതും ഒക്കെ ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട്. അതെന്താണ് അത് വന്നത്? അതിനുള്ള പ്രധാന കാരണം കേജ്രിവാൾ പൂർണ്ണമായി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല എങ്കിൽ പോലും തീർച്ചയായും ആരോപണം വന്നത് അഴിമതിയുമായി ബന്ധപ്പെട്ടാണ്. എന്നുള്ള കാരണം കേജ്രിവാളിന്റെ തന്നെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ അതിമോഹമാണ്. ഒരു പ്രാദേശിക പാർട്ടി, ഡൽഹി പാർട്ടി എന്ന നിലയിൽ നിന്നും പഞ്ചാബിലേക്ക് പടർന്നു കയറുന്നു മനസ്സിലാക്കാം. പക്ഷേ അങ്ങ് അകലെ ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഇവിടങ്ങളിലൊക്കെയുള്ള തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കാൻ ഒരുങ്ങി. അതിന് പണം ആവശ്യമാണ്. പണം ആദർശം പറഞ്ഞാൽ പണം ഉണ്ടാകില്ല. ഡൽഹിയിലെയോ പഞ്ചാബിലെയോ യാഥാർത്ഥ്യങ്ങളല്ല ഗോവയിലെയും ഗുജറാത്തിലെയും യാഥാർത്ഥ്യങ്ങൾ എന്നും ഓർക്കണം. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് അഴിമതി വിരുദ്ധതയുടെ പ്രതിച്ഛായ മാറി. ആം ആദ്മി പാർട്ടിയുടെ ഉന്നത നേതാക്കൾ മനീഷ് സിസോദിയയും മറ്റ് പലരും തന്നെ അകത്ത് കിടക്കുന്നത് അഴിമതി കേസിൽപ്പെട്ടാണ്. അതുകൊണ്ട് കേജ്രിവാളിന് ആ ഒരു കാര്യത്തിൽ ഇനി അധികം മുന്നോട്ട് പോകാനൊക്കെ കള്ളക്കേസാണെന്ന് പല പ്രാവശ്യം പറയാമെന്നല്ലാതെ അഗ്നിശുദ്ധി വരുത്തി കേജ്രിവാൾ ഒരിക്കൽ കൂടി മുഖ്യധാരയിൽ വരേണ്ടിയിരിക്കുന്നു. പക്ഷെ മറ്റൊരു കാര്യത്തിൽ കേജ്രിവാളിനെ വെല്ലാനാവില്ല. അത് ക്ഷേമ പദ്ധതികളാണ്. വേറെ ഏത് മുഖ്യമന്ത്രിയോ പാർട്ടിയോ കൊടുക്കും? ഡൽഹിയിലെ ജനങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാൻ സൗജന്യമായി. വിദ്യാഭ്യാസം വലിയൊരു വിഷയമായിരുന്നു. കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യമായി ലഭിക്കുക എന്നുള്ളത് അത് കേജ്രിവാൾ ഉറപ്പുവരുത്തി. മൊഹല്ല ക്ലിനിക്കുകൾ അല്ലെ, ആരോഗ്യ പരിപാലന രംഗത്തെ ഒരു റാഡിക്കൽ മൂവായിരുന്നു മൊഹല്ല ക്ലിനിക്കുകൾ. അപ്പൊ പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം, വൈദ്യുതി, ഫ്രീ ആയ വൈദ്യുതി, 200 യൂണിറ്റ് വരെ വൈദ്യുതി ഫ്രീ എന്ന് പറഞ്ഞാൽ സ്വപ്ന തുല്യമായ ഒരു ലൈഫാണ്. അതുകൊണ്ടാണ് കേജ്രിവാൾ ജനങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നത്, നിങ്ങളുടെ ഫാമിലി ബഡ്ജറ്റിൽ 35,000 രൂപ ഓരോ മാസവും കുറവ് വരും ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ. കാരണം ഞങ്ങൾ നൽകുന്ന കൺസെഷൻസ്, ഞങ്ങൾ നൽകുന്ന ഫ്രീബി എല്ലാം ചേർത്ത് വെക്കുമ്പോൾ ഫാമിലി ബഡ്ജറ്റിൽ 35,000 രൂപ നിങ്ങൾക്ക് അങ്ങോട്ട് തരുന്നതിന് തുല്യമാണ്. അതിന് പുറമെയാണ് ഓരോ സ്ത്രീക്കും, അടിസ്ഥാന വർഗത്തിൽപ്പെടുന്ന നിശ്ചിത വരുമാനത്തിന് താഴെയുള്ള ഡൽഹി നിവാസികളായ ഓരോ സ്ത്രീക്കും 2,100 രൂപ മാസം അവരുടെ അക്കൗണ്ടിൽ. ഇത് വിജയിച്ചൊരു പദ്ധതിയാണ്. അത് കേജ്രിവാൾ മാത്രം കൊണ്ടുവന്നല്ല, BJP മഹാരാഷ്ട്രയിൽ വിജയിച്ചത് ഈ ഒരു അടിസ്ഥാനത്തിലാണ്. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒക്കെ പയറ്റി തെളിഞ്ഞ ഒരു ഫ്രീ ബി പോളിറ്റിക്സ് ആണ്. അത് സ്ത്രീകളെയാണ് ഇപ്പോൾ പലരും ഭരണ പ്രതിപക്ഷ ഭേദമന്യേ പിടിച്ചിരിക്കുന്നത്. BJP ഇപ്പൊ 2,500 രൂപയാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസും അതുപോലെ തന്നെ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പ്രോമിസാണ്. കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം പ്രോമിസ് വെറും പ്രോമിസ് അല്ല, നടപ്പാക്കി നിനപ്പതേ മുടിപ്പവൻ. ഉദ്ദേശിച്ചത് നടപ്പാക്കിയ പാരമ്പര്യമുള്ള ആളാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ എന്ന മഹാമേരുവിനെ അങ്ങനെ എളുപ്പമൊന്നും അപ്രൂട്ട് ചെയ്യുന്നത് എളുപ്പമല്ല. എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ് എന്ന് ഇംഗ്ലീഷ് ഒരു പദപ്രയോഗമുണ്ട്, ഒരു സെയിങ് ഉണ്ട്. ശരിയാ, കേജ്രിവാൾ ഡെലിവർ ചെയ്തല്ലോ, നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ലഭിച്ചല്ലോ, പിന്നെന്തിനാണ് നമുക്ക് മാറിയൊരു പരീക്ഷണം? ഭാരതീയ ജനതാ പാർട്ടി അങ്ങനെ പലതും പറയും, പല മോഹങ്ങളും തന്നിരിക്കും. പക്ഷേ BJP ഒരു കാര്യം ഓൾറെഡി നൽകി കഴിഞ്ഞു. BJP എന്ന് പറയുന്നത് ശരിയല്ല, കേന്ദ്ര ബജറ്റിലൂടെ നിർണായകമായ ഒരു തീരുമാനം വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം. അതായത് മധ്യവർഗത്തെ സന്തോഷിപ്പിക്കുന്ന, ആഹ്ലാദിപ്പിക്കുന്ന, ഉന്മാദത്തിൽ ആറാടിക്കുന്ന ഒരു തീരുമാനമാണ്. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ഒരാളും ഇനി വ്യക്തിഗത ഇൻകം ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഇൻകം ടാക്സ് പരിധിയിൽ നിന്ന് ഒഴിവാക്കി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടെ ഉൾപ്പെടുത്തിയാൽ സാലറീഡ് ക്ലാസ്സിന് 12,70,000 രൂപ വരുമാനമുള്ളവന് ഒരു നയ പൈസ നികുതി കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ നാം ഇത് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇതെന്താ വെള്ളരിപ്പട്ടണമോ വെള്ളരിക്കാപ്പട്ടണമോ എന്ന് ചോദിക്കുമായിരുന്നു കേന്ദ്ര ബഡ്ജറ്റ് 2025-26 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് വരെ. ഇന്ന് അതല്ലാതെ യാഥാർത്ഥ്യമായി
പലരും നുള്ളി നോക്കുകയാണ് പലരും അദ്ദേഹത്തെ. ഇത് ശരിയാണോ, ഈ പറയുന്നത് ശരിയാണോ എന്ന്. പക്ഷെ സത്യമാണ്. അങ്ങനെയെങ്കിൽ ഡൽഹിയുടെ വോട്ടർമാരുടെ ഒരു നല്ല പങ്കിന്റെ മനസ്സ് ആടും നിശ്ചയം. കേന്ദ്ര സർക്കാർ ജീവനക്കാരുണ്ട്, സംസ്ഥാന സർക്കാർ ജീവനക്കാരുണ്ട്, ഇതൊന്നുമല്ലാത്ത സാധാരണ ആളുകളുണ്ട്, നികുതിദായകരായ ആളുകൾ. മോദിജിയുടെ ബജറ്റ് അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് ഞങ്ങളുടെ കയ്യിൽ പണം എത്തിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് നികുതി ഭീകരതയിൽ നിന്നും മോചനം നൽകിയിരിക്കുന്നു, അതിന് നന്ദി സൂചകമായി താമര ചിഹ്നത്തിൽ ഒരു വോട്ട് എന്നാളുകൾ ചിന്തിച്ചാൽ കേജ്രിവാളിന്റെ കാര്യം കഷ്ടത്തിലാകും. ബജറ്റ് അവതരണത്തിന് മുൻപ് വരെ എന്തെല്ലാം പോരായ്മകൾ ഉണ്ടെങ്കിലും കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും മുന്നിട്ട് നിന്നിരുന്നു എന്ന് നിസ്സംശയം പറയാം. പക്ഷെ ബജറ്റ് അവതരണത്തിന് ശേഷം സ്ഥിതിഗതികൾ കലങ്ങി മറിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ കിട്ടാനുള്ളത് കിട്ടുമല്ലോ, എന്തായാലും കേന്ദ്ര സർക്കാർ നൽകിയ നികുതി ഇളവുകൾ തീർച്ചയായും കയ്യിൽ വരുമല്ലോ. സംസ്ഥാനത്ത് ഒരുപക്ഷെ ട്രാക്ക് റെക്കോർഡ് അനുസരിച്ച് കേജ്രിവാളിന് തന്നെയാണ് ഒരുപക്ഷെ ഡെലിവറി ചെയ്യാൻ കഴിയുക എന്ന വിശ്വാസത്തിൽ ഒരുപക്ഷെ ഭൂരിപക്ഷം ആളുകൾ കേജ്രിവാളിന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യാനും ഒരുപക്ഷെ സാധ്യതയുണ്ട്. ഇനി കോൺഗ്രസിന്റെ സാധ്യതകൾ എന്താണ്? കോൺഗ്രസ് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കുന്ന തിരക്കിലാണ്. ഭരണത്തിൽ വരാമെന്ന് കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നതേ ഇല്ല, സാധിക്കില്ല. അത്രയ്ക്ക് ഇറോഡഡ് ആണ്. കേവലം 4.2% മാത്രമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വോട്ട് ഷെയർ. പക്ഷെ ബി ജെ പിയുടെ കാര്യം നോക്കൂ, കൺസിസ്റ്റന്റ്ലി കഴിഞ്ഞ 2 പതിറ്റാണ്ടായി 30-35% താഴെ പോയിട്ടില്ല ബി ജെ പിയുടെ വോട്ട് ഷെയർ. എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ ഏറെയും കുറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും 50%-ലധികം ഒറ്റയ്ക്ക്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏറെ താഴെയാണ് ആപ്പിന്റെ സ്ഥാനം. കോൺഗ്രസും ആപ്പും കൂടെ ചേർന്ന് പിടിച്ച വോട്ടുകളും കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരിതാപകരമായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ പ്രതീക്ഷ വയ്ക്കുന്നത് അവരുടെ കൺവെൻഷണൽ ഒരു കോർ കോമ്പിറ്റൻസി വോട്ട് ബാങ്കിലാണ്. അത് മുസ്ലിം ആൻഡ് ദളിത്. ഒരു 7 മണ്ഡലങ്ങൾ, 77 വലിയ സംഖ്യ അല്ലെ, 7-8 മണ്ഡലങ്ങളെങ്കിലും കോൺഗ്രസിന് വിജയ സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളാണ്. അതിന്റെ പ്രധാന കാരണം മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളാണ്. പക്ഷെ മുസ്ലിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുമോ എന്നത് മറ്റൊരു ചോദ്യം. കാരണം കോൺഗ്രസിന് വോട്ട് ചെയ്താൽ ഒരു ത്രികോണ ഫീൽഡിലേക്ക് വരും. ആ ഒരു വിടവിലൂടെ ബി ജെ പി ചിലപ്പോൾ ജയിച്ചു വരാം എന്നതുകൊണ്ട് ഒരുപക്ഷെ മുസ്ലിം വോട്ട് ആം ആദ്മി പാർട്ടിയിലേക്ക് തന്നെ പോയി കൂടായികയുമില്ല. ഒരു ടാക്ടിക്കൽ വോട്ടിംഗ് ആണ് മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡൽഹിയിലെങ്കിലും ബി ജെ പി പരാജയപ്പെടുത്താൻ ഏറ്റവും നല്ലത് ആം ആദ്മി പാർട്ടിയാണ്, കോൺഗ്രസ് അല്ല എന്നൊരു തിരിച്ചറിവ്. അതേസമയം മുസ്ലിം വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനുമായി ചിതറിപ്പോയാൽ അതിന്റെ പ്രയോജനം 2 പാർട്ടിക്കുമല്ല, അത് ബി ജെ പിക്കായിരിക്കും എന്നതും പറയാം. മാത്രമല്ല ഹിന്ദു വോട്ട്, അങ്ങനെ ഒരു വോട്ട് ഡൽഹിയിൽ ഉണ്ടോ എന്നത് മറ്റൊരു ചോദ്യമാണ്. ചെറിയ തോതിലുള്ള മൃദു ഹിന്ദുത്വ വികാരം തന്നെയാണ് കേജ്രിവാൾ മുന്നോട്ട് വയ്ക്കുന്നത്. ദേശീയതയുമായി ബന്ധപ്പെട്ടും മതപരമായ കാര്യങ്ങളും ഹൈന്ദവ ദേശീയതയുമായി ബന്ധപ്പെട്ടുമുള്ള കേജ്രിവാളിന്റെ ചിന്തകളും നരേന്ദ്രമോദിയുടെ ചിന്തകളും വ്യത്യസ്തമല്ല എന്നുകൂടി ഓർക്കുക. ഒരു തീവ്ര ഹിന്ദുത്വം ഒന്നും കേജ്രിവാൾ പറയുന്നില്ല എങ്കിൽ പോലും ഒരു മൃദു ഹിന്ദുത്വ ലൈനിലൂടെ പരമാവധി ഹിന്ദു വോട്ടർമാരെ കൂടി ആകർഷിക്കുന്ന ഒരു നിലപാടാണ് ചരിത്രപരമായി കേജ്രിവാൾ പുലർത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് 100% സെക്യുലർ എന്ന് പറയാനാവില്ല ആം ആദ്മി പാർട്ടി. പക്ഷെ നയത്തിന്റെ കാര്യത്തിൽ തീർച്ചയായും കേജ്രിവാളിന്റെ ആ ഒരു നോവൽറ്റി ഇപ്പോഴും ഒളിമങ്ങാതെ നിലനിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തികച്ചും പ്രവചനാതീതമായ രീതിയിൽ തന്നെയാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് രംഗം മുന്നോട്ട് പോകുന്നത്. ഈ മാസം ഫെബ്രുവരി മാസം 8-ാം തീയതി പെട്ടി പൊട്ടിക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം.